നമ്മുടെ മുറ്റത്തിപ്പോ മണ്ണിട്ടപ്പോ തന്നെ നല്ല രസമല്ലേ? ഞാൻ കാര്യം പറയട്ടെ, നമുക്കൊരു വീടൊക്കെ പണിയൂലേ, അപ്പൊ ആ സമയത്ത് നമുക്ക് സൈഡിലൊക്കെ മൊത്തം പുല്ല് വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ ടൈലിട്ടുണ്ട് പുല്ല് വെക്കുന്ന ഒരു സംഭവമില്ലേ, നമുക്ക് അത് ചെയ്യാട്ടാ, അടിപൊളിയായിരിക്കുള്ളൂ. ആ ടൈലിന്റെ ഇടയിൽ പുല്ല് വെച്ചിട്ടുള്ള പരിപാടിയല്ലേ നീ പറഞ്ഞത്? അതൊക്കെ ഭയങ്കര മണ്ടത്തരമാണ്. അതിന്റെ ഇടയിലൊക്കെ എല്ലാം ചവറൊക്കെ വീണ് കഴിഞ്ഞാലേ അന്ന് അതിന്റെ അപ്പുറത്തേക്ക് അടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റൂല. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. എന്തിനാണ് ഇത്രയും? അതിന് പകരം വേറെ കുറെ വഴികളുണ്ട്. പിന്നെ എന്തൊക്കെ കണ്ടെത്തരം എന്നാണ് പറയണത്? എല്ലാ ആൾക്കാരും ഇപ്പൊ മുറ്റത്ത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ല, നിങ്ങൾക്ക് നല്ല പിശുക്കുണ്ട്, നിങ്ങൾ ഒരു അറിവ് പിശുക്കനാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്. ഒരു ഭംഗിയുള്ള കാര്യം മുറ്റത്ത് ചെയ്യാന്നില്ലേ, സമ്മതിക്കരുത് കേട്ടാ. ഉള്ള എന്ത് പിശുക്കാണ് നീ? ഇപ്പൊ എന്തിനാ പിശുക്കെന്നൊക്കെ വിളിക്കണേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുള്ളൂ. നീ ആരെന്നോ ഇത് ചെയ്യാനായിട്ട്? അതെ, അല്ലെങ്കിൽ എനിക്കിതൊക്കെ അറിയാമായിരുന്നു. എനിക്ക് വീട്ടിൽ ഒരു വിലയില്ലല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ചെയ്യുമില്ല. നിങ്ങൾക്കും കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് പറയണത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു മിനിറ്റ് വീട്ടിൽ നിൽക്കണില്ല. ഞാൻ പോവേണ വീട്ടിൽ നിന്ന്. എന്റെ ഇഷ്ടത്തിന് ഒരു പുല്ല് വെക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ നിൽക്കണില്ല. ഇനി ഇറങ്ങി പോയിക്കോ. എന്തിനിപ്പോ തല്ലുപിടിച്ചത്? വീടിപ്പൊ പണിയാൻ ഒരു പ്ലാനേ ഇല്ല. ഇന്നിവിടെ തല്ലുപിടിച്ചു പോണത് പുല്ല് വെക്കണെന്ന് പറഞ്ഞിട്ട്? ഞാനിപ്പോ എന്തിനാ പണി പോണത്? വീടെന്തായാലും ഇപ്പോഴൊന്നും പണിയാനില്ലല്ലോ. അത് പണിയണ സമയത്തല്ലേ തിരിച്ചു പോവാ.